ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ വന്ദനം. യേശു ക്രിസ്തുവിൻ്റെ നാമം അത് സ്നേഹം നിറഞ്ഞ നാമമാണ്, കൃപയൊഴുകുന്ന നാമമാണ്. ആ നാമം പറയുമ്പോഴേ ഒരു സന്തോഷം, ഒരു സമാധാനം. യേശു എന്ന നാമം, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം അത് ഉന്നതമായ നാമമാണ്, എല്ലാ നാമത്തിനും മേലായ നാമമാണ്. ഭക്തരായ ദൈവമക്കൾ വാഴ്ത്തുന്ന നാമമാണ്, ആരാധിക്കുന്ന നാമമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ നാമത്തെയാണ് നാം കീർത്തിക്കുന്നത്, ആ നാമത്തെയാണ് നാം ഒരുമിച്ച് ഉയർത്തുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരാൾ മാത്രമല്ല, കേൾക്കുന്ന നിങ്ങളും, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളും, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവരും, നാം എല്ലാം ചേർന്ന് സ്നേഹനിധിയായ കർത്താവിൻ്റെ സ്നേഹത്തെ ഉയർത്തുകയാണ്. യേശു സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്. ദൈവ സ്നേഹമാണ്, നാം അത് പറയും. പക്ഷേ ഈ സ്നേഹവാനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴുന്ന അനുഭവം നമുക്കുണ്ടോ? ഈ സ്നേഹനിധിയായ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു, ഒരു കന്യകയുടെ ഉദരത്തിൽ ഒതുങ്ങിക്കിടന്നു, ഒന്ന് പെറ്റു വീഴാൻ പോലും സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിൽ എല്ലാവരും അറപ്പോടെയും ഏറ്റവും താഴ്ന്നതെന്നും ഏറ്റവും മോശമെന്നും ചിന്തിക്കുന്ന ചാണകവും മൂത്രവും നാറുന്നതായ ആ പുൽത്തൊട്ടിയിൽ, ആ കല്ലടാവിൽ എല്ലാം യേശു പിറന്നതും കിടന്നതും എല്ലാം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. പരമസമ്പന്നൻ ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി തീർന്നു. ആരുടെയും നിർബന്ധത്താലല്ല, സ്വമനസ്സ. ഞാനീത് പറയുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തരളിതമാകുകയാണ്. എൻ്റെ യേശു എന്നെ സ്നേഹിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിച്ചാലും പോലെ. ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുന്നതും എൻ്റെ കർത്താവിന് വേല ചെയ്യുന്നതും ഞാനിങ്ങനെ ഓരോ ദിവസവും രാവിലെ 5:30 ഈ യൂട്യൂബിലൂടെയും ചില TV മാധ്യമങ്ങളിലൂടെയെല്ലാം ഈ കർത്താവിനെ സാക്ഷിക്കുന്നതും കർത്താവിൻ്റെ വചനം ഉയർത്തുന്നതൊന്നും ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും പ്രതിഫലം തന്നിട്ടുമല്ല. സ്വന്തം കർത്താവ് തന്ന ജോലി ചെയ്ത് അതിൽ നിന്നും എനിക്കും എൻ്റെ പ്രിയ ഭാര്യയ്ക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ ഒരംശം മാറ്റിവെച്ച് ഇതിനെല്ലാം ചിലവഴിക്കുന്നു. ഇത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല. ഹല്ലേലൂയ. പൈസ ചിലവഴിക്കുകയാണ്. എന്തിന്? അനേകർക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കണം. കാരണം ഒന്നുമില്ലാത്ത ഞങ്ങളെ സ്നേഹിച്ചൊരു യേശുവുണ്ട്, അഡ്രസ്സില്ലാതെ ഞങ്ങൾക്ക് അഡ്രസ്സ് തന്നൊരു യേശുവുണ്ട്, ശാപഗ്രസ്തരായിരുന്ന ഞങ്ങളുടെ ശാപം മാറ്റി തന്നൊരു യേശുവുണ്ട്, പാപബന്ധനത്തിൽ പിശാച് കെട്ടിയിരുന്ന ഞങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചു തന്നൊരു യേശുവുണ്ട്. യേശു പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാൽ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാൽ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയെ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയൻ ധനമാഹാത്മ്യം. ഓ, ദൈവകരുണയുടെ ധനമഹാത്മ്യം ഒരു മനുഷ്യൻ്റെ നാവിനാൽ വർണ്ണിക്കാൻ അതീതമാണ്, വർണ്ണിക്കാൻ പറ്റുകയില്ല. പരമസമ്പന്നൻ ഈ ധരണിയിൽ പരമസമ്പന്നനായിരുന്നു. ഈ ഉലകത്തിൽ, ഈ അണ്ഡഘടകത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ പരമദരിദ്രനെ പോലെയായി. എന്തിന്? മോളെ, നിന്നെ സമ്പന്നയാക്കാൻ. ഞാൻ പറയുന്നത് രൂപയുടെ സമ്പന്നത മാത്രമല്ല, അതൊരു വശം മാത്രം. നിന്നെ ആത്മാവിൽ ഉയർത്താനും വളർത്താനും
നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ സമ്പന്നത, നിന്റെ ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ സമ്പന്നത, നിന്റെ കുടുംബത്തിൽ ഐക്യത്തിൻ്റെ സമ്പന്നത. മകനെ, യൗവനക്കാരാ, നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ കരുതാനില്ലാതെ എന്ന് ചിന്തിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്നെ കരുതാൻ ഞാനുണ്ടെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സമ്പന്നത തരാൻ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. ആ സ്നേഹം ഓർക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജനിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ, അത് മാത്രമാണോ യേശു ചെയ്തത്? അല്ല. 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഒരു പാവപ്പെട്ടവൻ, ഒരു നിസ്സാരൻ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിച്ചു. താഴ്മയുടെ മാതൃക കാണിച്ചു തന്നു. അവസാനം എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് അനേകരെ സഹായിക്കുകയും അനേകർക്ക് സഹായം മാത്രം കൊടുക്കുകയും ചെയ്യുന്ന യേശുവിനെ പിടിച്ചു ക്രൂശിച്ചു, വിസ്തരിച്ചു. മാറി മാറി കയ്യാഫാവിൻ്റെയും ഹന്നാവിൻ്റെയും ഹെരോദാവിൻ്റെയും എല്ലാം, പീലാത്തോസിൻ്റെ എല്ലാം കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. അവസാനം പീലാത്തോസ് ഒന്ന് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ലോകത്തിലെ കോടതി പറയും, ഈ പ്രതിയിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അതാണ് പറയേണ്ടത്. പക്ഷേ യേശുവിന് ഒരിക്കലും സംഭവിക്കാത്ത ഒരു നീതിപീഠത്തിൽ നിന്ന് ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു വിധിയാണ് പുറപ്പെട്ടത്. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീനെന്ന്. എല്ലാം സഹിച്ചു, എല്ലാ തുപ്പലുമേറ്റു. അവസാനം കാൽവരിയുടെ മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു 3 ആണികളിൽ കെട്ടപ്പെട്ടവനായി കാരിരുമ്പാണികളേറ്റ് കിടന്നു. ഓരോ തുള്ളി തിരരക്തവും യേശു തൻ്റെ ശരീരത്തിൽ ഇറ്റിറ്റു വീഴ്ത്തി. ഹല്ലേലൂയ. എന്തിന്? മോനെ, നിന്നെ സ്നേഹിച്ചതുകൊണ്ട്. മോളെ, നിന്നെ സ്നേഹിച്ചതുകൊണ്ട്. അതെ, എന്നെ സ്നേഹിച്ചതുകൊണ്ട്. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിച്ചത് എൻ്റെ 19ാമത്തെ വയസ്സിലാണ്. ഭാഗ്യനാൾ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ ശിക്ഷ വഹിച്ചു, എൻ്റെ ശാപം വഹിച്ചു, എൻ്റെ പാപം വഹിച്ചു, എൻ്റെ സകല രോഗങ്ങളെ യേശു ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ട് എനിക്ക് മോചനം വരുത്തി എന്നുള്ള വിശ്വാസവും ആ വിശ്വാസത്താലുള്ള അനുഭവവും കർത്താവ് എനിക്ക് തന്നു. ഞാൻ ഈ സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നു. എൻ്റെ അപ്പനോട് ഞാൻ എല്ലാം പറയുന്നു. ദൈവം അങ്ങ് അകലെയിലെ എവിടെയോ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല, അശരീരി കേൾപ്പിക്കുന്ന ഒരു ദൈവമല്ല. മറിച്ച് നമ്മുടെ കൊച്ചു വേദനകളിലും സങ്കടങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും കൊച്ചു കൊച്ചു ആവശ്യങ്ങളിലും ഇറങ്ങി വന്ന് നമ്മോട് കൂടെ എന്ന് വഴി നടത്തുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ അനുഭവിക്കുന്നു. തികഞ്ഞിട്ടൊന്നുമല്ല, തികഞ്ഞില്ല എന്നെനിക്കറിയാം. പക്ഷെ തികവിൻ്റെ പാതയിൽ കർത്താവ് നിർത്തിയിരിക്കുന്നു. ഒരു രക്ഷ എന്നേക്കുമായി ഒരു മനുഷ്യന് ലഭിക്കുന്ന ഒരു തുടക്കമാണ്. ഒരു തുടക്കം, ഏതൊരു വലിയ ഒരു തുടക്കം. പക്ഷെ തുടങ്ങുന്നത് അന്ന് തന്നെ അവസാനിക്കുകയല്ലോ, ഒടുക്കമൊന്നല്ല, ഒരു തുടക്കമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമാണ് രക്ഷ, മാനസാന്തരം. എന്നാൽ ആ രക്ഷ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്താണത്? ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെടുക, ശുദ്ധീകരണം പ്രാപിക്കുക, നീതീകരണം, തേജസ്കരണം, എല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. കർത്താവിനെ കഴുകുന്ന ഞാൻ അറിയുന്നു, കർത്താവിനെ തിരുത്തുന്ന ഞാൻ അറിയുന്നു, എൻ്റെ മനോഭാവങ്ങൾ മാറ്റുന്ന ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ യേശു എനിക്ക് നല്ലവനാണ്. ആ യേശു മോനെ നിനക്കും നല്ലവനാണ്, മോളെ നിനക്കും നല്ലവനാണ്. ഹല്ലേലൂയ. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി യാഗമായി തീർന്ന സ്നേഹം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. അതെന്തൊരു കൃപയാ! അതല്ലേ കൃപ. എല്ലാ പദവികളും ഉണ്ടായിരുന്നു, എല്ലാം താഴെ വെച്ചു എന്നെ സ്നേഹിച്ചതുകൊണ്ട്. മോളെ, നിന്നെ സ്നേഹിച്ചതുകൊണ്ട്. നിന്നെ സ്നേഹിക്കാൻ നിനക്ക് ആരുമില്ലെന്നല്ലേ യവനക്കാരാ നീ പറയുന്നത്? മോളെ, നീ അതുകൊണ്ടല്ലേ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നത്? അതുകൊണ്ടല്ലേ നിരാശപ്പെട്ടിരിക്കുന്നത്? എന്നാൽ നിങ്ങളത് റിയലൈസ് ചെയ്യണം, തിരിച്ചറിയണം. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ കരുതുന്നു. ഇത്രമോം സ്നേഹം, ഇത്രമോം സ്നേഹം. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ആ ജീവൻ തന്ന സ്നേഹം, ജീവരക്തം തന്ന സ്നേഹം,
എല്ലാം നമുക്ക് വേണ്ടി ത്യജിച്ച സ്നേഹം. ഹല്ലേലൂയ. വിത്തൗട്ട് പെയിൻ നോ ഗെയിൻ എന്ന് പറയും. വിത്തൗട്ട് ബ്ലീഡിങ് നോ ബ്ലെസ്സിങ് എന്ന് പറയും. വിത്തൗട്ട് ക്രോസ് നോ ക്രൗൺ എന്ന് പറയും. അതെ, അതെല്ലാം സത്യമാണ്. എല്ലാം കർത്താവ് ചെയ്തതാണ്. കർത്താവ് പെയിൻ എടുത്തു, കർത്താവ് ക്രോസ് എടുത്തു, എല്ലാം സഹിച്ചു. എന്തിന്? നമുക്ക് വേണ്ടി. ആ സ്നേഹത്തെ ഒന്ന് തിരിച്ച് സ്നേഹിക്കാമോ? ആ സ്നേഹനിധിയായ യേശു നിങ്ങളുടെ മധ്യത്തിലുണ്ട്, നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. നാഥ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇനിയുള്ള കാലം ഞാൻ യേശുവിനെ സ്നേഹിക്കും. ഞാൻ ഈ വലിയ സ്നേഹത്തെ കണ്ടുകൊണ്ട്, ഈ ഉന്നതമായ സ്നേഹത്തെ കണ്ടുകൊണ്ട് ഞാൻ ഇനിയുള്ള കാലം എൻ്റെ യേശുവിനെ സ്നേഹിക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതം പകലും രാവും പോലെയാകും. നിങ്ങൾ എബൌട്ട് ടേൺ തിരിഞ്ഞ പോലെയാകും. നിങ്ങളുടെ ജീവിതം പുതുക്കമുള്ളതാകും. നിങ്ങളുടെ പാപബന്ധനങ്ങൾ കർത്താവ് അഴിക്കും. നിങ്ങളുടെ രോഗബന്ധനങ്ങൾ കർത്താവ് മാറ്റിത്തരും. നിങ്ങൾ ഇന്ന് പോകുന്ന ഞെരുക്കങ്ങളും പ്രതിസന്ധികളും കർത്താവ് മാറ്റി നിങ്ങൾക്ക് സമാധാനം തരും. നിത്യജീവൻ്റെ ഉറപ്പ് തരും. നിത്യസ്വർഗത്തിൻ്റെ അവകാശം തരും. അത് പോരെ പ്രിയരെ? അതല്ലേ ഒരു മനുഷ്യൻ നേടേണ്ടത്? ആ സൗഭാഗ്യത്തിനായി കർത്താവ് നിങ്ങളെ മാടി വിളിക്കുന്നു. വരൂ യേശുവിലേക്ക്, വീഴൂ യേശുവിൻ്റെ പാദത്തിൽ, കെട്ടിപ്പിടിക്കൂ ആ ക്രൂശിനെ. യേശുവിനോട് വാക്ക് പറയൂ, നാഥ, ഇന്ന് മുതൽ ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കും. അങ്ങനെ ആയാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യം ഞങ്ങളുമായി ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാം. പക്ഷേ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് യേശുവുമായി സംസാരിക്കണം. യേശുവിനോട് നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കണം. അപ്പോൾ യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്ന യേശു കൊണ്ട് നിങ്ങൾക്ക് കർത്താവ് ഉറപ്പും ധൈര്യവും തരും. അങ്ങനെ നിങ്ങൾ യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ആ ബന്ധത്തിൽ വളരുന്നവരായി തീരുക. അതിനിടയാകട്ടെ. ദൈവനാമം